ലേയിൽ നിന്നും സർച്ചുവിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ബുള്ളറ്റ് യാത്രയിൽ നമുക്ക് രണ്ട് സംസ്ഥാനത്തും രണ്ട് വ്യത്യസ്തമായ ബൈക്കുകളാണ് തന്നിട്ടുള്ളത്. ശ്രീനഗറിൽ നിന്നും ലേ വരെ നമ്മൾ ഉപയോഗിച്ചത് റോയൽ എൻഫീൽഡ് ക്ലാസിക് ബുള്ളറ്റാണ്. അപ്പോൾ അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തമ്മിലുള്ള കിടമത്സരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹിമാചൽ പ്രദേശിലൂടെയുള്ള യാത്ര ഹിമാചൽ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലേയിൽ നിന്ന് വാഹനം ഉപേക്ഷിച്ച് അവിടെയുള്ള ഹിമാചൽ രജിസ്ട്രേഷൻ ഹിമാലയൻ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്നുള്ള വണ്ടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ മാർഷലല്ല ഇനി ഉള്ള 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവുക. പുതിയ മാർഷലാണ് ഇവിടെ നിന്നും മണാലി വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. ഈ പാതയാണ് ഹിമാലയൻ യാത്രയിൽ ഏറ്റവും ദുഷ്കരമായി തോന്നിയ ഒരു യാത്ര എന്ന് പറയുന്നത്. രാവിലെ മുതലുള്ള യാത്ര ദീർഘമായ നിരപ്പായ പാതകളിലൂടെയായിരുന്നു. വലിയ പ്രയാസങ്ങളില്ലാതെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് യാത്ര പുരോഗമിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നമ്മൾ യാത്ര തുടങ്ങിയത് തന്നെ 11 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് സർച്ചുവിലേക്ക് എത്താൻ എത്ര സമയമാവും എന്നറിയില്ല. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് സർച്ചുവിലെത്തുന്നതെങ്കിൽ അത് യാത്രയെ വളരെ പ്രയാസപ്പെടുത്തും. കാരണം 7 മണിയൊക്കെ ആകുന്നതോടുകൂടി കനത്ത മൂടൽമഞ്ഞും തണുപ്പ് സർച്ചുവിലെ കാലാവസ്ഥ -2 ഡിഗ്രിയിൽ താഴെയാണെന്നാണ് ഇപ്പോൾ കിട്ടിയൊരു വിവരം. മഞ്ഞ് നിറഞ്ഞ മലനിരകൾ തന്നെയാണ് മുമ്പിൽ കാണാനുള്ളത്. ഇപ്പോൾ തന്നെ നല്ല തണുപ്പിലൂടെയാണ് പോകുന്നത്. മഞ്ഞ് കട്ടകൾ എല്ലാ ഭാഗത്തും ഇപ്പോൾ തന്നെ കാണാം. വലിയ തണുപ്പ് ഉച്ച സമയത്ത് പോലും, ഉച്ച ഏതാണ്ട് ഇപ്പോൾ 1 മണി സമയമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നല്ല കനത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 16,000 അടി ഉയരത്തിലാണ് ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാങ്ലാങ് ല ടോപ്പിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഇവിടെ 17,480 അടി ഉയരമാണുള്ളത്. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പാത്തായിരുന്നു ടാങ്ലാങ് ല ടോപ്പ്.
പക്ഷെ അതിനുശേഷം കുറേയധികം പുതിയ പാതകൾ നിർമ്മിച്ചതോടുകൂടി ഇത് ഏറ്റവും വലുപ്പത്തിൽ ഏറ്റവും ഉയരം കൂടിയതിൽ 12ാമത്തതാണ്. ലോകത്തിൽ 12ാം സ്ഥാനത്താണ് ഈ സ്ഥലത്തിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുകൂടിയുള്ള ബൈക്ക് യാത്ര വളരെ പ്രയാസം പിടിച്ചതാണ്. ഒന്ന്, ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ്. ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അധിക നേരം ഇവിടെ നിൽക്കാൻ വേണ്ടി പോലും കഴിയില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശത്തൊന്നും 1 മിനിറ്റോ 2 മിനിറ്റോ കൂടുതൽ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല. ശ്വാസം കിട്ടാതെ തളരുന്ന അവശനാകുന്ന സ്ഥിതി ഉണ്ടാവും. പക്ഷേ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളിൽ ഒന്നായിട്ടാണ് നമ്മൾ ടാങ്ലാങ് ലാ ടോപ്പ് അനുഭവപ്പെടുക. നമ്മൾ കടന്നു പോകുന്ന ഭാഗത്തെ കാലാവസ്ഥ ഇപ്പോൾ -7 ഡിഗ്രിയാണ്. 7 ഡിഗ്രി തണുപ്പിലൂടെയാണ്, -7 ഡിഗ്രി തണുപ്പിലൂടെയാണ് നമ്മളിപ്പം ബൈക്ക് ഓടിക്കുന്നത്. തണുത്ത് വിറച്ച് കൈകാലുകൾ മരവിച്ച മട്ടാണ്. ബ്രേക്ക് ചവിട്ടുന്നത് പോലും പലപ്പോഴും മനസ്സിലാവാത്ത തരത്തിൽ ഒക്കെ മാറിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കയ്യിലിത് ക്യാമറ പോലും നിൽക്കാത്തൊരു സ്ഥിതിയുണ്ട്. അത്രയ്ക്ക് തണുപ്പ് അനുഭവപ്പെടുകയാണ്. രണ്ട് ഭാഗത്തും മഞ്ഞ് നിരകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ റോഡിലൂടെ വിൻ്റർ കാലത്ത് മോട്ടോർ വാഹനങ്ങളിലുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾക്ക് പോകാൻ പോലും അസാധ്യമായൊരു പാതയാണ് ഈ സർച്ചു ലേ പാത. ഇന്നത്തെ യാത്ര ഏറെ വൈകിട്ടാണ് ആരംഭിച്ചതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് 250 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം നമ്മൾ സർച്ചുവിലെത്താൻ. അപ്പോൾ എന്താ തന്നെയായാലും രാത്രി 8 മണിയോടെ മാത്രമേ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്രയും ഒറ്റപ്പെട്ട പാതയിലൂടെ രാത്രിയുള്ള യാത്ര എത്രമാത്രം ദുഷ്കരമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം നമുക്കൊരു മൊബൈൽ ഫോണിന് റേഞ്ചോ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സംവിധാനമോ ഒന്നുമില്ല. ഒറ്റപ്പെട്ടു പോയാൽ ഈ മലനിരകൾക്കകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അകപ്പെട്ടു പോകുമെന്നുള്ള നല്ല ബോധ്യത്തിലാണിപ്പം ഡ്രൈവിംഗ് തുടരുന്നത്. നമ്മൾ ഈ പാതയിൽ പല പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളും വീഡിയോയിൽ പകർത്താൻ പോലും സാധിച്ചിട്ടില്ല. കാരണം അത്രത്തോളം തണുപ്പുണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞു പോകാനുള്ളത് ഏതാണ്ട് 20 കിലോമീറ്ററോളം നിരപ്പായ റോഡിലൂടെ പോയതിന് ശേഷം വലിയൊരു ഗർത്തത്തിൻ്റെ മുമ്പിലെത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ വലിയൊരു ആശ്ചര്യം തോന്നി. കാരണം 21 കിലോമീറ്ററോളം സ്ട്രെയിറ്റ് റോഡ് കഴിഞ്ഞതിന് ശേഷമാണ് വലിയൊരു താഴ്ച കണ്ടത്. ആ താഴ്ചയിലൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ആ കിലോമീറ്ററുകളോളം താഴെ ഇറങ്ങിയിട്ട് വേണം അടുത്ത സ്ഥലത്തെത്താൻ എന്നുള്ളത് ഭയങ്കരമായൊരു ആശ്ചര്യം ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ഷിനോയ് ഉൾപ്പെടെയുള്ളവർ യാത്ര അവസാനിപ്പിക്കാമെന്നും അടുത്ത എവിടെ ടെൻറ്റ് കണ്ടാലും അവിടെ കിടന്നുറങ്ങി അടുത്ത ദിവസം മാത്രമേ പുനരാരംഭിക്കാൻ കഴിയൂവെന്ന് പറഞ്ഞ് വൈകുന്നേരം 6 മണിയോടുകൂടി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഏജൻസി പറയുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഉറങ്ങാൻ സാധിക്കൂ എന്നുള്ള അറിയിച്ചത് കൊണ്ട് ഷിനോയ് ഉൾപ്പെടെയുള്ളവർ ജീപ്പിൽ കയറി പോവുകയും ഞാനും റിയാസും ബൈക്കിൽ തന്നെ പോകാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഏറ്റവും അവസാനമായാണ് നമ്മുടെ ബൈക്ക് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുന്നിലും പിന്നിലും ഒരു വാഹനവും ഇല്ലാതെയാണ് ഗാട്ടാ ലൂപ്പ് എന്ന് പറയുന്ന 21 ഹെയർ പിൻ വളവുകളുള്ള മഞ്ഞ് മലകൾക്കിടയിലൂടെയുള്ള യാത്ര നമ്മൾ പുനരാരംഭിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഗോസ്റ്റ്ലി വൈറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അന്നാണ് ബോധ്യപ്പെട്ടത്. കനത്ത ഇരുട്ടിനകത്ത് ഈ മഞ്ഞുപാളികൾ വെള്ള നിറത്തിൽ കാണുമ്പോൾ ഒരു പ്രേതങ്ങളെപ്പോലെ തോന്നുന്നുണ്ടായിരുന്നു. അത്രയും തണുത്ത കാലാവസ്ഥക്കിടയിൽ ഒരു ലൈറ്റ് പോലുമില്ലാതെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമ്പോൾ ഹെയർപിൻ വളവുകൾ, ദുഷ്കരമായ വളവുകൾ തിരിയുമ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്ത് അപകടമുണ്ടായാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഗർത്തത്തിലേക്ക് അകപ്പെട്ടു പോകുമോ എന്നുള്ള പോലും ഭയമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എപ്പോഴും വാചാലനായി സംസാരിച്ചുകൊണ്ടിരുന്ന റിയാസ് പിറകിൽ വളരെ നിശബ്ദനായി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് സർച്ചുവിലെ ടെൻറ്റിലെത്തിയപ്പോൾ പറഞ്ഞത് വലിയ ആശ്ചര്യമായി തോന്നി. അത്രയ്ക്കും ജീവിതത്തെയും മരണത്തെയും മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു സർച്ചു വരെ ഉണ്ടായിരുന്നത്. എന്നാൽ വാഹനം ഓടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഇതുപോലെ ഒരു മരണഭയം എന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എൻജോയ് ചെയ്ത് വാഹനം ഓടിക്കാൻ സാധിച്ചു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്.